ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. അതായത് എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം തന്നെയാണ്, ബട്ടർ ചിക്കനാണ്. അപ്പോൾ ഇതെല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളെടുത്ത് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കണം. ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മസാലകളെല്ലാം നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ എടുക്കുമ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുക്കാൻ ശ്രദ്ധിക്കുക, അതാണ് ഒന്നുകൂടെ നല്ലത്. പിന്നീട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വന്നപ്പോൾ അതിലോട്ട് ഒരു മീഡിയം സൈസ് 2 സവാള വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 മീഡിയം സൈസ് ടൊമാറ്റോയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 5-6 കാഷ്യൂസ് നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് അതും ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതൊന്ന് വഴന്ന് വരാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ ഷുഗർ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴന്ന് വന്നാൽ അതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഒന്ന് തിളച്ച് ആ വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം, ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മസാലയെല്ലാം പുരട്ടി വെച്ച ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊണ്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓവറായിട്ട് ഇത് നല്ല കല്ല് പോലെ ആവരുത്, സോഫ്റ്റ് ആയിട്ട് വരണം. രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നേരത്തെ അരച്ചെടുത്ത ആ പേസ്റ്റാണിത്. ഇതൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ ആ പേസ്റ്റ് മുഴുവനായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഒരു പാനിലോട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ആ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പിഞ്ച്
കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. അത് കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ വരുമ്പോഴാണ് ആ ബട്ടർ ചിക്കന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവൻ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നാൽ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്രഷ് ക്രീം കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് കുറച്ച് ടൈം വെള്ളത്തിലിട്ട് അതൊന്ന് പേസ്റ്റാക്കി ഒഴിച്ചു കൊടുത്താലും മതി. പിന്നീട് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യുക. ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴേക്കും ഒന്ന് ഓഫാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സിമ്പിളായിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായ രീതിയിലാണ് ഞാൻ കാണിച്ചത്. ഞാൻ ചെയ്യുന്നൊരു രീതിയിലാണ് ഞാൻ കാണിച്ചത്. ഇത് പല ആളുകളും പല രീതിയിലായിരിക്കും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ കൂടെ കാണാം. അതിൽ ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.